Good morning, children. Welcome to our class. How are you? All of you stay safe. Today we are going to study biosphere. What is biosphere? We have studied about 4 spheres on the earth: lithosphere, hydrosphere, and atmosphere. What is lithosphere? The solid portion of the earth is known as lithosphere. What is hydrosphere? Water found on the 3 forms is called hydrosphere. What is atmosphere? Atmosphere is a layer of air which protects the earth like a blanket. Understand? Then what is biosphere? Biosphere includes all living things on the earth. Biosphere exists because of the interaction of lithosphere, hydrosphere and atmosphere. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത്. Biosphere exists because of interaction of lithosphere, hydrosphere and atmosphere. Observe this picture. The very existence of man, plants and animal is possible because of the presence of lithosphere, hydrosphere and atmosphere. മനുഷ്യരും സസ്യജാലങ്ങളും ജന്തുക്കൾക്കും എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ഈ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഫിയേഴ്സ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് പ്ലാന്റ്സ്. അമംഗ് ദീസ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ, minerals from the lithosphere and water from the hydrosphere. If any one of these factors was excluded, would plant life have existed on earth? Is it possible to imagine a world without plants? ഇപ്പം സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, അതുപോലെ ധാതുലവണങ്ങൾ എല്ലാം ലഭ്യമാകുന്നത് എവിടെ നിന്നെല്ലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയർ എന്ന്, അതുപോലെ ജലം ഹൈഡ്രോസ്ഫിയർ എന്നും, ധാതുലവണങ്ങൾ ലിത്തോസ്ഫിയർ എന്നുമാണ് അല്ലേ. അപ്പോൾ ഈ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. സസ്യങ്ങളുണ്ടെങ്കിലേ ജന്തുക്കളും മറ്റുള്ള ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവൻ സാധ്യമാകുകയുള്ളൂ അല്ലേ. മാൻസ് discrete actions will have serious impacts on lithosphere, hydrosphere, atmosphere and biosphere. നമ്മൾ ഈ സ്ഫിയേഴ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഇനി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ, ഒരുപാട് വിവേകരഹിതമായ പ്രവർത്തികൾ ഈ സ്ഫിയേഴ്സിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. മാൻസ് ഇൻഡിസ്ക്രിയേറ്റ് ആക്ഷൻസ് വിൽ ഹാവ് സീരിയസ് ഇമ്പാക്ട്സ് ഓൺ ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഇനി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ഫിനോമിന ദാറ്റ് ഒക്യുർ നാച്ചുറലി ആൻഡ് റിസൾട്ട് ഇൻ ഹെവി ലോസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് മാൻ. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നതായ പ്രതിഭാസങ്ങളെയാണ് എന്ത് പറയുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ഫിനോമിന ദാറ്റ് ഒക്യുർ നാച്ചുറലി ആൻഡ് റിസൾട്ട് ഇൻ ഹെവി ലോസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് മാൻ. ലാൻഡ്സ്ലൈഡ്, ഫ്ലഡ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. Government departments and systems for the prevention and risk reduction of natural disasters. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും അത് ലഘൂകരിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്,
സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, ഹസാർഡ് വൾനറബിലിറ്റി ആൻഡ് റിസ്ക് അസസ്മെൻറ്റ് സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. Landslide. What is landslide? Landslide is the fast downslope movement of rocks, soil and mud along the steep slopes. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയൊക്കെ അതിവേഗം താഴോട്ട് നീങ്ങുന്ന പ്രതിഭാസത്തിനെയാണ് ലാൻഡ്സ്ലൈഡ് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന് പറയാം. Landslide is the fast downslope movements of rocks, soils and mud along the steep slopes. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മൂവ് ടു സേഫർ പ്ലേസസ് ആസ് ഏർലി ആസ് പോസിബിൾ. ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എന്താണ് എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. Give priority to small children, aged people and persons with physical disability during rescue operation. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഈ ചെറിയ കുട്ടികൾ, അതുപോലെ വൃദ്ധർ, ശാരീരിക അവശത അനുഭവിക്കുന്നവർ, ഇവരുടെയൊക്കെ രക്ഷയ്ക്ക് ആദ്യം മുൻഗണന പ്രയോറിറ്റി കൊടുക്കുക. Give first aid to injured people. പരിക്കേറ്റവർക്ക് ഫസ്റ്റ് എയ്ഡ് നൽകുക, പ്രഥമ ശുശ്രൂഷ നൽകുക. Be cautious of the possibility of recurrence of landslides. വീണ്ടും ഉരുൾപൊട്ടൽ ഒരു പ്രാവശ്യം കൊണ്ട് ഉണ്ടായാൽ പിന്നെ കുറച്ച് സമയത്തിന് ശേഷമൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താണ് ജാഗ്രത പാലിക്കുക. കോണ്ടാക്ട് പോലീസ്, ആംബുലൻസ് സർവീസസ് എക്സെട്ര. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായിട്ട് ബന്ധപ്പെടുക. ടേക്ക് പ്രീക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്. ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് ഈ വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക. ടേക്ക് പ്രീക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക്. ഫ്ലഡ്. വാട്ട് ഈസ് ഫ്ലഡ്? ഫ്ലഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ കേരളം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു ഫ്ലഡ്. സർപ്ലസ് വാട്ടർ ഡ്യൂറിങ് ദ മൺസൂൺസ് കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ്സ്. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അത് കര കവിഞ്ഞ് ഒഴുകും. ഇതാണ് ഫ്ലഡ്. ടു ടാക്കിൾ ഫ്ലഡ്. എങ്ങനെ വെള്ളപ്പൊക്കത്തെ നമുക്ക് നേരിടാം? ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ഡു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ്. ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിങ് റെയിനി സീസൺ. പുഴയിലൊക്കെ മഴക്കാലത്ത് ഇറങ്ങാതിരിക്കുക. പാഡി ഫീൽഡ്സ് ആർ പ്ലേസസ് ഫോർ പെർക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ, അവോയ്ഡ് റിക്ലമേഷൻ. വയലുകൾ മണ്ണിട്ട് മൂടരുത്, മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള സ്ഥലമാണ്. പാഡി ഫീൽഡ്സ് ആർ പ്ലേസസ് ഫോർ പെർക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ, അവോയ്ഡ് റിക്ലമേഷൻ. People residing in the coastal areas should be more careful during rainy season. Valuables should be shifted to elevated places. കടൽ തീരത്തൊക്കെ താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റുക. അവിടേക്ക് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ. Cut off the electric connections if the water level rises. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം ഒക്കെ വിച്ഛേദിക്കുക. നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ എനി വൺ ഓഫ് ദ ത്രീ സ്ഫിയേഴ്സ് വിൽ അഫക്റ്റ് സീരിയസ്ലി ദ അതേഴ്സ് ആസ് വെൽ. ഈ സ്ഫിയേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു സ്ഫിയേഴ്സിലുണ്ടാവുന്ന ആഘാതങ്ങൾ മറ്റ് സ്ഫിയേഴ്സിനെയും ബാധിക്കും. ഓരോ സ്ഫിയേഴ്സിലും മനുഷ്യൻ ശ്രദ്ധാപൂർവം വേണം ഇടപെടാൻ. അല്ലെങ്കിൽ എന്താണ്, പ്രകൃതി ഉൾപ്പെടുന്ന പ്രകൃതി നാം ഉൾപ്പെടുന്നുള്ള ഈ ജീവജാലങ്ങൾക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരിടമായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. മാൻസ് ഇൻ്റർവെൻഷൻ ഓഫ് ദീസ് സ്ഫിയേഴ്സ് ഷുഡ് ബി മെയ്ഡ് വെരി കെയർഫുള്ളി, അതർവൈസ് ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് വിത്ത് സച്ച് diverse life forms would become uninhabitable. Each one of us should be aware of this. അപ്പോൾ നാം ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ബയോസ്ഫിയർ പഠിച്ചു, പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ, ലാൻഡ്സ്ലൈഡ്,
and flood. Okay, understand? Today's class is over. I hope all of you got my class. Thank you.